ബീഫും പൊറോട്ടയും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കോമ്പിനേഷനാണ്. എന്നാൽ നിങ്ങളിൽ പലരും അത്ഭുതപ്പെടും, കേരളത്തിന്റെ ചരിത്രത്തിൽ ബഹുഭൂരിഭാഗം സമയത്തും പശുവിറച്ചി കഴിക്കുന്നത് നിരോധിച്ചിരുന്നു. അതിനുള്ള ഉറവിടങ്ങൾ ഇതാ. പ്രാദേശിക ചരിത്രകാരന്മാരും യൂറോപ്യൻ സഞ്ചാരികളും ചരിത്രരേഖകളിൽ നായർ പടയാളികൾ രാജാക്കന്മാരുടെ മുന്നിൽ വെച്ച് പശുക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കോഴിക്കോട്ടെ സാമുദ്രി പോലുള്ള പല രാജാക്കന്മാരും ഇക്കാര്യം ഊന്നി പറഞ്ഞിരുന്നു. മുസ്ലിങ്ങൾ പോലും പശുവിറച്ചി കഴിച്ചിരുന്നില്ല എന്ന വസ്തുത ഒരു ചൈനീസ് സഞ്ചാരി രേഖപ്പെടുത്തി. പശുക്കളെ തില്ലില്ല എന്ന് സമ്മതിക്കുമെങ്കിൽ മാത്രമേ ഹിന്ദു രാജാക്കന്മാർ അവർക്ക് ഭൂമി നൽകിയിരുന്നുള്ളൂ. പേർഷ്യൻ ഷാഹിന്റെ ദൂതനായിരുന്ന കമാലുദ്ദീൻ അബ്ദുർ റസാഖ് വിജയനഗര സാമ്രാജ്യത്തിലേക്കുള്ള യാത്രയിൽക്കിടയിൽ കോഴിക്കോടിനെക്കുറിച്ച് എഴുതി. കോഴിക്കോടിന്റെ നിവാസികൾ സാഹസികരായ നാവികരാണ്. കടൽ കൊള്ളക്കാർ കോഴിക്കോടിന്റെ കപ്പലുകളെ ആക്രമിക്കാൻ ധൈര്യപ്പെടുന്നില്ല. ഈ തുറമുഖത്ത് ആഗ്രഹിക്കുന്നതെന്തും കണ്ടെത്താം. ഒരു കാര്യം മാത്രം നിഷിദ്ധമാണ്, അതായത് ഒരു പശുവിനെ കൊല്ലുകയോ അതിന്റെ മാംസം കഴിക്കുകയോ ചെയ്യുക.